Good morning, everybody. കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ ഇൻഹെറിറ്റൻസ് എന്ന ടോപ്പിക്കാണ്, അതായത് ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ കവർ ചെയ്തത് രണ്ട് പാർട്ടായിട്ട്. ഇത് ഫിഫ്ത്ത് മൊഡ്യൂളാണ്. ഇതിൽ പോയിന്റേഴ്സ് എന്ന ടോപ്പിക്കാണ് ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിയിൽ പഠിച്ചിട്ടുണ്ടാവും പോയിന്റേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് ഒന്നുകൂടെ പറയാം. പോയിന്റേഴ്സ് ആർ ദ വേരിയബിൾസ് വിച്ച് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് അതർ വേരിയബിൾസ്. മറ്റ് വേരിയബിൾസിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് പോയിന്റേഴ്സ്. നമുക്കറിയാം, ഒരു വേരിയബിളിന് ഒരു പേരുണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും, അതുപോലെ സ്റ്റോർ ചെയ്ത ലൊക്കേഷൻ ഉണ്ടാവും. ആ ലൊക്കേഷന് ഒരു അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ് ആണ് ഒരു പോയിന്റർ സ്റ്റോർ ചെയ്യുന്നത്. പോയിന്റേഴ്സിന് സാധാരണയായിട്ട് ഒരു സ്റ്റാർ ഇട്ടുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ PTR എന്നുള്ള സ്റ്റാർ PTR എന്നുള്ളതാണ് ആ പോയിന്റർ നെയിം. അതിന് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയാറുണ്ട്. കാരണം ഇൻറ്റിജർ പോയിന്റേഴ്സ് ഉണ്ട്, അതുപോലെ ഫ്ലോട്ടിംഗ് ടൈപ്പ് പോയിന്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള ടൈപ്പായ ഇൻറ്റിജറിൽ നിന്ന് ഡിറൈവ് എടുത്ത ടൈപ്പാണ് ഇൻറ്റിജർ പോയിന്റർ. ഇൻറ്റിജർ ടൈപ്പുള്ള വാല്യൂസിന്റെ അഡ്രസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണയായി ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ നെയിം സെമിക്കോളൻ. ഒരു എക്സാമ്പിൾ ആണ്, പോയിന്റർ പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇന്റ് ഐ സ്റ്റാർ ജി ആണ് കൊടുത്തത്. ഇത് ഇവിടെ ഒരു ഇൻറ്റിജർ വേരിയബിളും ഒരു ഇൻറ്റിജർ പോയിന്ററും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആദ്യമായി ഐയിലേക്ക് നമ്മൾ 3 എന്ന വാല്യൂ കൊടുക്കുകയാണ്. ജെയിലേക്ക് കൊടുത്തു നോക്കുക. ജെ ഇസ് ഈക്വൽ ടു ആംബസെന്റ് ഐ ആണ്. അതായത് ആംബസെന്റ് മീൻസ് അഡ്രസ് ആണ്. അപ്പൊ അഡ്രസ് ഓഫ് ഐ ആണ് ജെയിലേക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ദ വാല്യൂ ഓഫ് ഐ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ടുള്ള ഐയുടെ വാല്യൂ ആണ്. അപ്പോൾ താഴെ ഔട്ട്പുട്ടിൽ കാണാം വാല്യൂ ഓഫ് ഐ ഈസ് 3 ആണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സി ഔട്ടിൽ വാല്യൂ ഓഫ് സ്റ്റാർ ജെ ഈസ് സ്റ്റാർ ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും, അപ്പോഴും 3 ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ ആദ്യത്തെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാർ ജെ മീൻ ചെയ്യുന്നത് അവിടെ സ്റ്റാർ മീൻ ചെയ്യുന്നത് ജെ എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ എന്നാണ്. അതേസമയം രണ്ടാമത്തെ സി ഔട്ടിൽ സ്റ്റാർ മീൻ ചെയ്യുന്നത് വാല്യൂ അറ്റ് അഡ്രസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ നമ്മൾ സ്റ്റാർ വെച്ച് ഒരു പോയിന്ററിനെ കൊടുക്കുമ്പോൾ അത് വാല്യൂ അഡ്രസ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇപ്പൊ ജെന്റെ അകത്തുള്ളത് അഡ്രസ് ഓഫ് ഐ ആണ്. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ജെ ഇസിക്കൽ ആംബസിന്റെ വരുമ്പോൾ ഐയുടെ അഡ്രസ് ആണ് ജെയിലുള്ളത്. അപ്പോൾ വാല്യൂ അറ്റ് ദിസ് അഡ്രസ്, ജെ എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള വാല്യൂ ആണ് സ്റ്റാർ വെച്ചിട്ട് എടുക്കുന്നത്. അപ്പൊ സ്റ്റാർ ജെ മീൻസ് വാല്യൂ അറ്റ് അഡ്രസ്. ഇതാണ് പോയിന്റേഴ്സിന്റെ ഒരു ബേസിക്സ്. നമുക്ക് CPP-യിൽ പോയിന്റർ പഠിക്കാനുള്ളത്, പോയിന്ററിന്റെ CPP-യിൽ മാത്രം ഉപയോഗിക്കുന്ന ചില സ്പെഷ്യൽ യൂസസ് ഉണ്ട്. അതാണ് നമുക്ക് പോയിന്റേഴ്സിൽ CPP-യിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തത് പോയിന്റേഴ്സ് ടു ഒബ്ജക്ട്സ് ആണ്. പോയിന്റേഴ്സ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്ലാസിന്റെ ഒരു വേരിയബിൾ പോലെയാണ് ഒരു പോയിന്റർ. അതായത് ഇപ്പൊ ഈ ഡിക്ലറേഷനകത്ത് നോക്കാം, ക്ലാസ് നെയിം ഒബ്ജക്റ്റ്. ഇപ്പൊ ഇന്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ക്ലാസ് നെയിം ഒബ്ജക്റ്റ്. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോർമലി അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ഇനി ഒരു പോയിന്റർ ടു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്ത് നോക്കാം. ക്ലാസ് നെയിം സ്റ്റാർ പോയിന്റർ. അപ്പൊ ക്ലാസ് നെയിം വെച്ചിട്ട് നമ്മൾ സ്റ്റാർ ഇട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, ഒരു ഒബ്ജക്റ്റിലേക്കുള്ള പോയിന്റർ ആയിട്ട് മാറും. ഇനി ആ പോയിന്ററിലേക്ക് അഡ്രസ് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പോയിന്റർ ഉപയോഗിക്കുന്ന പോലെ തന്നെ പോയിന്റർ ഇക്വൽ ടു ആംബസെന്റ് ഓബ്ജക്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആംബസെന്റിന് ഇപ്പുറത്ത് കൊടുക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ അഡ്രസ് പോയിന്ററിലേക്ക് അസൈൻ ചെയ്യും. ഇതാണ് പോയിന്റേഴ്സ് ടു ഒബ്ജക്ട്. അപ്പൊ ഇത് നമ്മൾ പറയുന്നത്, ഇതിന്റെ ഒരു യൂസ് നമുക്ക് ഇനി വിർച്വൽ ഫംഗ്ഷനെ കുറച്ച് കാര്യങ്ങൾ വരാണ്ട്, അവിടെ നമ്മൾ ഇതിന്റെ പ്രോഗ്രാമിൽ ഇത് വിശദമായിട്ട് പറയാം. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഒബ്ജക്റ്റിലേക്കും പോയിന്റർ യൂസ് ചെയ്യാം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി റൺ ടൈമിൽ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. അതിന്റെ യൂസ് പറയാം. ഇനി പോയിന്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് സാധാരണയായി ഒരു ക്ലാസ്സിനകത്ത് മെമ്പർ ഫംഗ്ഷൻസും ഡാറ്റ മെമ്പേഴ്സും ഉണ്ടാവും. അപ്പൊ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നത് നമുക്കറിയാം, ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം. ഇപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ നോക്കാം. നോർമലി നമ്മൾ എഴുതുന്നത് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ഡാറ്റ. അപ്പൊ ഗെറ്റ് ഡാറ്റ എന്നാണ് മെമ്പർ ഫംഗ്ഷൻ എങ്കിൽ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഗെറ്റ് ഡാറ്റ ആണ് കോൾ ചെയ്യാറ്. അതേസമയം ആ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ഒരു പോയിന്ററിൽ സ്റ്റോർ ചെയ്തിട്ട് ആ പോയിന്റർ വെച്ച് നമ്മൾ കോൾ ചെയ്യുന്നതെങ്കിൽ പോയിന്റർ ആരോ ആണ് ഉപയോഗിക്കുന്നത്. ആരോ എന്ന് പറഞ്ഞ ഒരു ഹൈഫൺ, ഒരു ഗ്രേറ്റർ ഓപ്പറേറ്റർ, രണ്ടുകൂടെ ചേർത്താണ് ആരോ ഉണ്ടാക്കുന്നത്. പോയിന്റർ ഗെറ്റ് ഡാറ്റ, ഇങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അതാണ് പോയിന്റർ ഉപയോഗിച്ച് കോൾ ചെയ്യുമ്പോൾ ഡിഫറൻസ്. ഇനി നമ്മൾ ഒരു ഡാറ്റ മെമ്പറിനെ എടുക്കുകയാണെങ്കിലും ഒബ്ജക്റ്റ് ഡോട്ട് ഡാറ്റ മെമ്പർ നെയിമിന് പകരം ഇത് ഈ പോയിന്റർ ഡാറ്റ മെമ്പർ എന്നാണ് നമ്മൾ എടുക്കുന്നത്. പോയിന്റർ ആരോ ഡാറ്റ മെമ്പർ എന്നാണ് യൂസ് ചെയ്യുക. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് ദിസ് പോയിന്റർ. ഇത് നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ച ക്ലാസ്സിൽ ഇത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദിസ് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്. ഈസ് യൂസ് ടു റെപ്രസെന്റ് ആൻ ഒബ്ജക്ട് ദാറ്റ് ഇൻവോക്സ് എ മെമ്പർ ഫംഗ്ഷൻ. ഒരു മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ ഏത് ഒബ്ജക്റ്റ് വെച്ചാണോ കോൾ ചെയ്തത് ആ ഒബ്ജക്റ്റിനെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനമാണ് ദിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ക്ലാസ്സിനകത്ത്
കുറെ ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഫംഗ്ഷൻ നമുക്ക് ഒബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം നമ്മൾ കോൾ ചെയ്യാറ്. അപ്പോൾ ഒരു ക്ലാസ്സിന് നമുക്ക് എത്ര ഒബ്ജക്റ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഒരു ക്ലാസ്സിന് നമുക്ക് എത്ര ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഓരോ ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ പ്രാവശ്യവും ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഏത് ഒബ്ജക്റ്റ് വെച്ചാണോ കോൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ ഡാറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഏത് ഒബ്ജക്റ്റ് വെച്ചാണ് കോൾ ചെയ്യേണ്ടതെന്ന് അറിയണം. അതിന് ആണ് നമ്മൾ ദിസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ദിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒബ്ജക്റ്റിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റം ചെയ്യുന്നത് ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് വെച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ദിസ് എന്ന പോയിന്ററിനെ ഇപ്പൊ കോൾ ചെയ്ത ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യും. ഇപ്പൊ എ ഡോട്ട് മാക്സ് എന്നാണ് കോൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇപ്പൊ ദിസിനെ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യും. ഇനി ബി ഡോട്ട് മാക്സ് കോൾ ചെയ്യുമ്പോൾ ദിസിനെ ബിയിലേക്ക് പോയിന്റ് ചെയ്യും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിനെ എടുക്കാനും ഡാറ്റ എടുക്കാനും ദിസ് പോയിന്റർ എ, അങ്ങനെ അതിലേക്ക് വാല്യൂ കൊടുക്കാനൊക്കെ നമുക്ക് ദിസ് ഉപയോഗിക്കാം. അപ്പൊ ഇപ്പോൾ റണ്ണിങ്ങിലുള്ള ഒബ്ജക്റ്റ് ഏതാണോ അതിലേക്കാണ് ദിസ് പോയിന്റ് ചെയ്യുക. അതാണ് ദിസ് പോയിന്റർ. അപ്പോൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യുമ്പോൾ അവിടെ ഇംപ്ലിസിറ്റ്ലി, അതായത് നമ്മൾ ഡയറക്റ്റ് ദിസ് ഉപയോഗിക്കുന്നതിലും ദിസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റർ ഓവർലോഡിന്റെ പ്രോഗ്രാം എടുത്തിട്ട് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ നമുക്ക് ഇപ്പോൾ റണ്ണിങ്ങിൽ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യണം. ഒബ്ജക്റ്റിനെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും, ആർഗ്യുമെന്റ് ആയിട്ടും റിട്ടേൺ ചെയ്യാൻ പറ്റും. അവിടെയും ഇപ്പോഴത്തെ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാൻ ദിസ് ഉപയോഗിക്കും. ഇനി മറ്റൊരു കൺസെപ്റ്റ് ആണ് പോയിന്റർ ടു ഡിറൈവ്ഡ് ക്ലാസ്. ഇപ്പോൾ പോയിന്റർ ടു ഒബ്ജക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്, ഈ പോയിന്റർ ടു ഡിറൈവ്ഡ് ക്ലാസ്. ഈ രണ്ട് കൺസെപ്റ്റോട് ചേർത്തിട്ടാണ് നമ്മൾ ഇനി വിർച്വൽ ഫംഗ്ഷനിൽ ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടും മനസ്സിലാക്കി വെക്കുക. പോയിന്റർ ടു ഡിറൈവ്ഡ് ക്ലാസ്, നമുക്കറിയാം ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസിന്റെ കേസിലാണ് വരുന്നത്. അതായത് ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ട്, അതിൽ നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി ഉള്ള ക്ലാസ്സിന് ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഡിറൈവ്ഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഒരു സെനാരിയോ നോക്കുക. ബേസ് ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് ചൈൽഡ് ക്ലാസ് അതേ ഫംഗ്ഷന് പുതിയ ഡെഫിനിഷൻ കൊടുത്തു. ബേസ് ക്ലാസിന്റെ ഫംഗ്ഷനൊക്കെ പബ്ലിക് ഫംഗ്ഷനൊക്കെ ചൈൽഡിന് കിട്ടും. ചൈൽഡ് അത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അത് ബേസ് ക്ലാസിന്റെ ഫംഗ്ഷൻ കിട്ടിയത് ഡയറക്റ്റ് ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് വേറെ ഡെഫിനിഷൻ കൊടുത്ത് നമ്മൾ ഓവർ റൈഡിങ് എന്നാണ് പറയാം. അപ്പോൾ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്വന്തം ഡെഫിനിഷനും, ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ച് കോൾ ആണെങ്കിൽ അത് ഓവർ റൈഡ് ചെയ്ത് കൊടുത്ത പുതിയ ഡെഫിനിഷനും ആണ് വർക്ക് ചെയ്യുക ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന കേസിൽ. ഇപ്പൊ ഇവിടെ പറയുന്നത് രണ്ടാമത്തെ ഈ പോയിന്റ് നോക്കുക. എ സിംഗിൾ പോയിന്റർ വേരിയബിൾ ക്യാൻ ബി മെയ്ഡ് ടു പോയിന്റ് ടു ഒബ്ജക്ട്സ് ബിലോങ് ടു ഡിഫറെന്റ് ക്ലാസ്. ഒരു സിംഗിൾ പോയിന്റർ, ഇപ്പോൾ ബേസ് ക്ലാസിന്റെ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യുന്നു. ബേസ് ക്ലാസിന്റെ പോയിന്റർ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ പോയിന്റർ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്കും പോയിന്റ് ചെയ്യാം, അതുപോലെ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്കും പോയിന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് പോയിന്റ് ടു ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, അതുപോലെ സ്റ്റുഡന്റ് എന്ന് രണ്ട് ക്ലാസ് ഉണ്ട്. പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ് ആണ് ബേസ് ക്ലാസ്, അതിന്റെ ചൈൽഡ് ക്ലാസ് ആണ് സ്റ്റുഡന്റ് ക്ലാസ്. പേഴ്സൺ വെച്ചിട്ട് ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു, അതുപോലെ ഒരു ഒബ്ജക്റ്റും ഡിക്ലെയർ ചെയ്തു. ഇനി സ്റ്റുഡന്റ് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു. ഇപ്പൊ പോയിന്റർ ആണ് ഈ PTR എന്ന് പറയുന്നത്. പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസിന്റെ ടൈപ്പിലുള്ള ഒരു പോയിന്റർ ആണ്. അതിലേക്ക് ആംപർസെന്റ് P, അതായത് പേഴ്സൺ എന്ന് പറഞ്ഞ ടൈപ്പിൽ തന്നെയുള്ള ഒബ്ജക്റ്റിന്റെ അഡ്രസ് കൊടുത്തു. ഇപ്പൊ PTR പോയിന്റ് ചെയ്യുന്നത് പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് Pയിലേക്കാണ്. ഇനി നമുക്ക് ഈ PTR ഈക്വൽ ടു ആംപർസെന്റ് S എന്ന് കൊടുക്കുക, അതായത് അഡ്രസ് ഓഫ് S. S എന്ന് പറയുന്നത് പേഴ്സന്റെ ഡിറൈവ്ഡ് ക്ലാസ് ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ ഒബ്ജക്റ്റ് ആണ്, അതിലേക്ക് പോയിന്റ് ചെയ്യാനും പറ്റും. അപ്പൊ PTR തന്നെ ഇവിടെ പാരന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്കും പോയിന്റ് ചെയ്യുന്നു, ഇവിടെ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്കും പോയിന്റ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് ഇതും ചെയ്യാൻ പറ്റും. ഇതാണ് പോയിന്റർ ടു ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. അതായത് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്കാണ് ഇപ്പോൾ ബേസ് ക്ലാസിന്റെ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത്. ഇത് പോസിബിൾ ആണ്, നേരെ തിരിച്ച് പോസിബിൾ അല്ല. അത് നമ്മൾ ഈസർ റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോൾ ഡോഗ് ഈസ് ആൻ അനിമൽ എന്ന് പറഞ്ഞില്ല, അങ്ങനെ ആ ഈസർ റിലേഷൻഷിപ്പ് വെച്ച് നോക്കുമ്പോൾ തിരിച്ച് പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അനിമൽ ഈസ് എ ഡോഗ് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് തിരിച്ച് സാധ്യമല്ലാത്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റ് ആണ് വിർച്വൽ ഫംഗ്ഷൻസ്. അപ്പൊ ഇതിന് മുമ്പ് രണ്ട് കാര്യം പറഞ്ഞു, പോയിന്റർ ടു ഡിറൈവ്ഡ് ക്ലാസ് പറഞ്ഞു അതിന്റെ മുമ്പ്, അതുപോലെ പോയിന്റർ ടു ഓബ്ജക്റ്റും പറഞ്ഞു. ഒബ്ജക്റ്റുകളിലേക്ക് പോയിന്റ് ചെയ്യാം, അതുപോലെ ഞാൻ ഒബ്ജക്റ്റ് തന്നെ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യാം. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി വിർച്വൽ ഫംഗ്ഷൻ ആണ്. വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മെമ്പർ ഫംഗ്ഷൻ പോലെയാണ് ക്ലാസ്സിനകത്ത്, പക്ഷെ അതിന് ഒരു വിർച്വൽ എന്നുള്ളൊരു പ്രിഫിക്സ് കൊടുക്കും. വിർച്വൽ കീവേഡ് വെച്ചിട്ട് വിർച്വൽ വോയിഡ് ഗെറ്റ് ഡാറ്റ, അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ സാധാരണഗതിയിൽ പാരന്റ് ക്ലാസ്സിനകത്ത് നമ്മൾ അതിനെ വിർച്വൽ ആക്കി കഴിഞ്ഞാൽ ആ വിർച്വൽ ഫംഗ്ഷനെ ചൈൽഡ് ക്ലാസ്സിനകത്തും ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. അതാണ് വിർച്വൽ ഫംഗ്ഷൻ ഈസ് എ മെമ്പർ ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിക്ലയർഡ് വിത്തിൻ എ ബേസ് ക്ലാസ് ആൻഡ് റീഡിഫൈൻഡ്, അല്ലെങ്കിൽ ഓവർറിഡൻ ബൈ എ ഡിറൈവ്ഡ് ക്ലാസ്. അതായത് ഡിറൈവ്ഡ് ക്ലാസിന്റെ അകത്ത് അതിനെ ഓവർ റൈഡ് ചെയ്യും. ഇനി നമുക്ക് ഈ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തുള്ള ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് പോയിന്റർ വെച്ചിട്ട് പോയിന്റ് ചെയ്യാൻ പറ്റും.
ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ആ പോയിന്റർ ഉപയോഗിച്ച് തന്നെ ചൈൽഡ് ക്ലാസിന്റെ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. ഇനി അപ്പൊ ഈ വിർച്വൽ ഫംഗ്ഷന്റെ കേസിൽ സംഭവിക്കുന്നത്, വിർച്വൽ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ ഈ പോയിന്റർ വേരിയബിൾ വേണം. അതായത് റെഫറൻസ് ടു ദ ഡിറൈവ്ഡ് ക്ലാസിന്റെ ആ റെഫറൻസ് വെച്ചിട്ടാണ് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഓവർറൈഡ് ചെയ്തിട്ടുള്ള കോപ്പിനെ കോൾ ചെയ്യുക. ബേസ് ക്ലാസ് ഉള്ളതിന്റെ കോൾ ചെയ്യാൻ അതിന്റെ പോയിന്ററും വേണം. ഇങ്ങനെ പോയിന്റർ ഉപയോഗിച്ചിട്ടാണ് വിർച്വൽ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഫംഗ്ഷനെ വിർച്വൽ ആക്കി കഴിഞ്ഞാൽ ഇതിവിടെ നടക്കുന്നത് സാധാരണഗതിയിലെ പോലെ, സാധാരണഗതിയിൽ ഇപ്പൊ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ച് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, അതിന്റെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അത് കമ്പൈൽ ടൈമിൽ തന്നെ ഏത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് തീരുമാനിക്കപ്പെടും. ആ ഫംഗ്ഷനെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ടാവും ചൈൽഡ് ക്ലാസ്സിൽ. അവിടെ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചാണ് കോൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ആ സെയിം നെയിമിൽ തന്നെ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ചൈൽഡ് ക്ലാസിന്റെ കോപ്പിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ കമ്പൈൽ ടൈമിൽ തന്നെ ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, പാരന്റ് ക്ലാസ്സിലെ ഫംഗ്ഷനോ ചൈൽഡ് ക്ലാസ്സിലെ ഫംഗ്ഷനോ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് ടൈപ്പ് നോക്കി തീരുമാനിക്കും കമ്പൈൽ ടൈമിൽ തന്നെ. അതാണ് നോർമൽ പോളിമോർഫിസം ആണ് അത്. ഇനി ഈ വിർച്വൽ ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ അത് കമ്പൈൽ ടൈമിൽ തീരുമാനിക്കില്ല, റൺ ടൈമിൽ അത് തീരുമാനിക്കും. അതായത് നമ്മൾ ഇവിടെ ഒബ്ജക്റ്റിലേക്കുള്ള പോയിന്റർ ഉപയോഗിച്ചാണ് കോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാരന്റിന്റെ ഡെഫിനിഷൻ ആണോ ചൈൽഡിന്റെ ഡെഫിനിഷൻ ആണോ കോൾ ചെയ്യേണ്ടത് എന്നത് റൺ ടൈമിൽ തീരുമാനിക്കുള്ളൂ. കാരണം പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് പാരന്റിന്റെയും ചൈൽഡിന്റെയും ഒബ്ജക്റ്റിലേക്ക് സെയിം പോയിന്റർ വെച്ച് പോയിന്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അത് റൺ ടൈമിലെ മാത്രമേ തീരുമാനം. അതുകൊണ്ട് അതിന്റെ റൺ ടൈം പോളിമോർഫിസം ഈസ് അച്ചീവ് ചെയ്യാൻ വിർച്വൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് പറയുന്നതുകൊണ്ട് റൺ ടൈം പോളിമോർഫിസം ഈസ് അച്ചീവ്ഡ് ഓൺലി when a virtual function is accessed through a pointer to the base class. ബേസ് ക്ലാസിന്റെ ഒരു പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് വിർച്വൽ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ട് മാത്രമേ റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനാണ് നമ്മളിപ്പോൾ ഈ 3 കൺസെപ്റ്റുകൾ പഠിച്ചത്. അതായത് ഒബ്ജക്റ്റിലേക്കുള്ള റെഫറൻസ്, അതുപോലെ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്കുള്ള റെഫറൻസ് അല്ലെങ്കിൽ പോയിന്റർ, പിന്നെ വിർച്വൽ ഫംഗ്ഷൻ. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. വിർച്വൽ ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ബേസ് എന്നൊരു ക്ലാസ് ഉണ്ട്, അതിനകത്തൊരു വിർച്വൽ ഫംഗ്ഷൻ ഉണ്ട് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഡെഫിനിഷനാണ് സി ഔട്ട് പ്രിന്റ് ബേസ് ക്ലാസ് എന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ ഷോ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. ഇനി ഈ ബേസ് ക്ലാസിന്റെ ചൈൽഡ് ക്ലാസ്സിന് ഡിറൈവ്ഡ് പബ്ലിക് ബേസ്, ഇവിടെ ഇൻഹെറിറ്റൻസ് ആണ് നടക്കുന്നത്. അത് വോയിഡ് പ്രിന്റ് എന്ന വിർച്വൽ ക്ലാസ്സിന് ഇവിടെ ഓവർറൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇനി വിർച്വൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിന്റെ ഡെഫിനിഷൻ ഡിഫറെന്റ് ആണ്. പ്രിന്റ് ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഇവിടെ പ്രിന്റ് ബേസ് ക്ലാസ് എന്നായിരുന്നു. ഷോ എന്ന് പറഞ്ഞ നോർമൽ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്തിട്ട് ഇതിന് സ്വന്തമായിട്ട് ഉള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷോ ബേസ് ക്ലാസ് ആണ്, ഇവിടെ ഷോ ഡിറൈവ്ഡ് ക്ലാസ് ആണ്. അപ്പോൾ ഡിറൈവ്ഡ് എന്ന ക്ലാസ് പാരന്റ് ക്ലാസ്സിന് 2 ഫംഗ്ഷനെയും ഓവർറൈഡ് ചെയ്തിട്ടുണ്ട്, പുതിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ രണ്ടും സെയിം ഫംഗ്ഷൻ നെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി മെയിൻ ഫംഗ്ഷനിൽ നോക്കുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ബേസ് ഡിറൈവ്ഡ് 2 ക്ലാസിന്റെ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ബേസ് എന്ന ക്ലാസിന്റെ പോയിന്റർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ബേസ് പോയിന്റർ, അതായത് ബേസ് ക്ലാസിന്റെ പോയിന്ററിലേക്ക് നമ്മൾ ഡിറൈവ്ഡ് ക്ലാസിന്റെ അഡ്രസ് ആണ് കൊടുക്കുന്നത്. ഇനി ആ പോയിന്റർ ഉപയോഗിച്ചിട്ട് പ്രിന്റ് കോൾ ചെയ്യും. നമുക്കറിയാം പ്രിന്റ് എന്ന ഫംഗ്ഷന് ബേസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, അത് വിർച്വൽ ഫംഗ്ഷൻ ആണ്, അതിന് ചൈൽഡ് ക്ലാസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഡിയിലേക്കാണ്, ആംബസിന്റെ ഡി എന്നാണ് കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡിറൈവ്ഡ് ക്ലാസിന്റെ പ്രിന്റ് ആണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ പോയിന്റർ ഉപയോഗിക്കുന്നത് ഇത് റൺ ടൈമിൽ തീരുമാനിക്കുള്ളൂ. വിർച്വൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ ബൈൻഡ് അറ്റ് റൺ ടൈം. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ പാരന്റിലെ പ്രിന്റ് ആണോ അതോ ചൈൽഡ് പ്രിന്റ് ആണോ റൺ കോൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുള്ളൂ. അതേ സമയത്ത് താഴെ ഷോ കോൾ ചെയ്യുന്നുണ്ട്. ഷോ പോയിന്ററിൽ കോൾ ചെയ്യുമ്പോൾ ഇവിടെ ഷോ കോൾ ചെയ്യുമ്പോൾ കമ്പൈൽ ടൈമിൽ തന്നെ തീരുമാനിക്കും, കാരണം ഇത് വിർച്വൽ ഫംഗ്ഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ടൈപ്പ് ബേസ് പോയിന്റർ ആയതുകൊണ്ട് BPT എന്നുള്ളത് ബേസിന്റെ പോയിന്റർ ആണ്. അതുകൊണ്ട് തന്നെ ബേസിന്റെ ഷോ ആണ് കോൾ ചെയ്യുക. ഇപ്പൊ ഔട്ട്പുട്ട് നോക്കാം, പ്രിന്റ് ഡിറൈവ്ഡ് ക്ലാസ് പ്രിന്റ് ആണ് കോൾ ചെയ്യുന്നത്. പോയിന്റർ ഡിറൈവ്ഡ് ക്ലാസ് പോയിന്റ് ചെയ്യുന്നുണ്ട് ഡിറൈവ്ഡ് ക്ലാസിന്റെ പ്രിന്റ് ആണ് കോൾ ചെയ്തത് വിർച്വൽ ഫംഗ്ഷൻ. പക്ഷെ പോയിന്റർ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്കാണ് പോയിന്റ് ചെയ്യുന്നെങ്കിൽ കൂടി ഷോ കോൾ ചെയ്തത് ബേസ് ക്ലാസിന്റെ ഷോ ആണ്, കാരണം അവിടെ ടൈപ്പ് ആണ് നോക്കിയത്. ഫംഗ്ഷന്റെ കേസിൽ പോയിന്ററിന്റെ ടൈപ്പ് നോക്കിയിട്ടാണ് ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതേസമയം വിർച്വൽ ഫംഗ്ഷന്റെ കേസിൽ അത് എങ്ങോട്ടാണ് പോയിന്റർ പോയിന്റ് എന്ന് നോക്കിയിട്ടാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഇതാണ് വിർച്വൽ ഫംഗ്ഷന്റെ വർക്കിംഗ്. അപ്പോ വിർച്വൽ ഫംഗ്ഷന്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് അറിയേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, പോയിന്റർ ടു ഒബ്ജക്റ്റ്. അതായത് സാധാരണ പോയിന്റർ ഒരു പോയിന്ററിന്റെ ഒരു വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന ഒരു പോയിന്ററാണ് പോയിന്റർ ടു ഒബ്ജക്ട്സ്. അതാണ് ഒന്ന്. രണ്ടാമത് പറയുന്നത് പോയിന്റർ ടു ഡിറൈവ്ഡ് ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യുന്നു. പക്ഷെ അത് ബേസ് ക്ലാസിന്റെ പോയിന്റർ ഉപയോഗിച്ച് ഡിറൈവ്ഡ് ക്ലാസിന്റെ ആ ക്ലാസിന്റെ തന്നെ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഈ കാണുന്നുണ്ട്, ഈ സ്റ്റേറ്റ്മെന്റ് കാണുന്നുണ്ട്.
പോയിന്റ് ചെയ്യാൻ കഴിയും. മൂന്നാമതായിട്ട് അറിയേണ്ടത് വിർച്വൽ ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റ് ആണ്. വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിൽ നമ്മൾ വിർച്വൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യും, ഡിഫൈൻ ചെയ്യും, അതിനെ ചൈൽഡ് ക്ലാസ്സിൽ ഓവർ റൈഡ് ചെയ്യും. അതിനെ ഒരു പോയിന്റർ ടു ബേസ് ക്ലാസ്സിലെ പോയിന്റർ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ കോൾ ചെയ്യേണ്ടത്. ആ പോയിന്റിലേക്ക് പിന്നെ ചൈൽഡ് ക്ലാസിന്റെ അഡ്രസ്സ് കൊടുക്കും, എന്നിട്ട് അതിന്റെ ഫംഗ്ഷൻസ് നമ്മൾ ഇങ്ങനെ കോൾ ചെയ്യും. ഇപ്പൊ ഇതിൽ പ്രിന്റ് എന്ന വിർച്വൽ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാണ് ഔട്ട്പുട്ട്. പ്രിന്റ് ഡിറൈവ്ഡ് ക്ലാസ് ഷോ ബേസ് ക്ലാസ്. അതായത് നമ്മൾ വിർച്വൽ ക്ലാസ് കോൾ ചെയ്യുമ്പോൾ അത് പോയിന്റ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് ഡിറൈവ്ഡ് ക്ലാസിന്റെ പ്രിന്റ് വർക്ക് ചെയ്യും. എന്നാൽ അതിന്റെ ടൈപ്പ് ബേസ് പോയിന്റ് ആയതുകൊണ്ട് ബേസ് ക്ലാസിന്റെ ഷോ വർക്ക് ചെയ്യും. ഇതാണ് ഈ പ്രോഗ്രാം. നമുക്ക് വിർച്വൽ ഫംഗ്ഷൻസിന്റെ റൂൾസ് നോക്കാം. കുറച്ച് റൂൾസ് ഇതുമായി അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കണം. വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾ 2-3 പ്രാവശ്യം വായിച്ചു നോക്കേണ്ടതാണ്. ദ വിർച്വൽ ഫംഗ്ഷൻ മസ്റ്റ് ബി മെമ്പേഴ്സ് ഓഫ് സം ക്ലാസ്. ഏതെങ്കിലും ക്ലാസിന്റെ ഫംഗ്ഷൻ ആയിട്ടുള്ള ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻ മാത്രമേ വിർച്വൽ ആക്കാൻ കഴിയുള്ളൂ. അതിന് സ്റ്റാറ്റിക് മെമ്പേഴ്സ് ആക്കാൻ പറ്റില്ല. ഒബ്ജക്ട് പോയിന്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കോൾ ചെയ്യുന്നത്. വിർച്വൽ ഫംഗ്ഷൻ ക്യാൻ ബി ഫ്രണ്ട് ഓഫ് അതർ ഫംഗ്ഷൻ. അതിന് നമുക്ക് മറ്റൊരു ഫ്രണ്ട് ഫംഗ്ഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ വിർച്വൽ ഫംഗ്ഷൻ ഇൻ എ ബേസ് ക്ലാസ് മസ്റ്റ് ബി ഡിഫൈൻഡ് ഈവൻ ദോ ഇറ്റ് മേ നോട്ട് ബി യൂസ്ഡ്. ബേസ് ക്ലാസ്സിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യണം. അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും, അത് ബേസ് ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല പോലും, കോൾ ചെയ്യുന്നില്ല പോലും നമ്മൾ ബേസ് ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കണം. എന്നിട്ട് ചൈൽഡ് ക്ലാസ്സിലും അതിന്റെ സ്വന്തമായിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്ത് ഓവർ ആഡ് ചെയ്യണം. അതുപോലെ വിർച്വൽ കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല, എന്നാൽ വിർച്വൽ ഡിസ്ട്രക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ടർ എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. അതുപോലെ വൈൽ എ ബേസ് പോയിന്റർ ക്യാൻ പോയിന്റ് ടു എനി ടൈപ്പ് ഓഫ് ഡിറൈവ്ഡ് ഒബ്ജക്ട് ദ റിവേഴ്സ് ഈസ് നോട്ട് ട്രൂ. ഒരു ബേസ് പോയിന്ററിനെ അതിന്റെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഏത് ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യാൻ കഴിയും, ബേസ് ക്ലാസിന്റെ പോയിന്റർ. അതേസമയം നേരെ തിരിച്ച് പറ്റില്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി റൺ ടൈം പോളിമോർഫിസം ഇങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, വിർച്വൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അച്ചീവ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ പോളിമോർഫിസം എന്താ ജസ്റ്റ് നോക്കാം. പോളിമോർഫിസം നമുക്കറിയാം ഒബ്ജക്ട് ഓറിയന്റഡ് മെയിൻ പ്രധാനമായിട്ട് കൺസെപ്റ്റ് ആണ്. ഒരു പേര് തന്നെ മൾട്ടിപ്പിൾ ഫോംസ്. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു പേരിൽ തന്നെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പല പല ഫോം, പോളിമോർഫിനെ പല ഫോമിൽ നിലനിൽക്കാന്നില്ല. അപ്പൊ ഒരു ഫംഗ്ഷനെ നമ്മൾ ഓവർലോഡ് ചെയ്യുമ്പോൾ സെയിം നെയിമിന് പല ഫോംസ് ഉണ്ടാവും, അല്ലെങ്കിൽ പല ഡെഫിനിഷൻ ഉണ്ടാവും. അതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഫംഗ്ഷൻ ഓവർലോഡിങ് പോളിമോർഫിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഒരു ഇംപ്ലിമെന്റേഷൻ ആണ്. Polymorphism is the ability to create a variable, a function or an object that has more than one form. ഒരു വേരിയബിളോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഒരു ഒബ്ജക്റ്റിനൊക്കെ മോർ ദാൻ വൺ ഫോം ഉണ്ടാകുന്നതാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. റൺ ടൈം പോളിമോർഫിസം ഈസ് അച്ചീവ്ഡ് ത്രൂ വിർച്വൽ ഫംഗ്ഷൻസ്. വിർച്വൽ ഫംഗ്ഷനിലൂടെയാണ് റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പോളിമോർഫിസത്തിന്റെ ടൈപ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അത് പോളിമോർഫിസം 2 ടൈപ്പ് ഉള്ളത്, കമ്പൈൽ ടൈമും അതുപോലെ റൺ ടൈമും. കമ്പൈൽ ടൈം നമുക്ക് അറിയുന്ന, നമ്മൾ ഓൾറെഡി ചെയ്താണ്, ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പോളിമോർഫിസം റൺ ടൈം പോളിമോർഫിസത്തിൽ വരുന്നതാണ് വിർച്വൽ ഫംഗ്ഷൻ. വിർച്വൽ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് റൺ ടൈം പോളിമോർഫിസം വർക്ക് ചെയ്യുന്നത്. റൺ ടൈം പോളിമോർഫിസം നേരത്തെ പറഞ്ഞു, റൺ ടൈമിലാണ് ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു കേസ് വരുന്നത് ഒരു ഒരേ പോയിന്റർ തന്നെ, ഒരേ ഒബ്ജക്ട് പോയിന്റർ തന്നെ ബേസ് ക്ലാസിന്റെയും ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യും. രണ്ട് ക്ലാസ്സിലും സെയിം ഫംഗ്ഷൻ, ഒരേ പേരുള്ള ഫംഗ്ഷൻ ഉണ്ട്, രണ്ടിനും സ്വന്തമായ ഡെഫിനിഷനും ഉണ്ട്. ആ ഫംഗ്ഷൻ ഓവർ റൈഡിങ് ചെയ്യുമ്പോൾ നടക്കുന്നതാണ്. ഇപ്പൊ ബേസ് ക്ലാസ്സിലുള്ള അതേ ഫംഗ്ഷന്റെ ചൈൽഡ് ക്ലാസ്സിന് സ്വന്തമായിട്ട് ഡെഫിനിഷൻ ഉണ്ട്. ഇപ്പൊ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യുമ്പോൾ അത് ആ ഫംഗ്ഷൻ വർക്ക്, ബേസ് ക്ലാസിന്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ടത്. ചൈൽഡ് ക്ലാസിന്റെ വെച്ച് കോൾ ചെയ്യുമ്പോൾ ചൈൽഡ് ക്ലാസിന്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പോയിന്റർ ഉപയോഗിക്കുന്നുണ്ട്, ഈ പോയിന്ററിന് രണ്ടിലേക്കും പോയിന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ബേസ് ക്ലാസ്സിലേക്കും ചൈൽഡ് ക്ലാസ്സിലും പോയിന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏതാണ് കോൾ ചെയ്യേണ്ടത് റൺ ടൈമിൽ തീരുമാനിക്കണം, കമ്പൈൽ ടൈമിൽ തീരുമാനിക്കാൻ കഴിയില്ല. റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി ഓൺലി വെൻ എ വിർച്വൽ ഫംഗ്ഷൻ ഈസ് ആക്സസ് ത്രൂ എ പോയിന്റർ ടു ബേസ് ക്ലാസ്. ബേസ് ക്ലാസ്സിലേക്കുള്ള ഒരു പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിർച്വൽ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മാത്രമേ റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി അറ്റ് ദ റൺ ടൈം ഇറ്റ് ഈസ് ഡിസൈഡ് ദാറ്റ് വിച്ച് ഫംഗ്ഷൻ ഹാവ് ടു ബി കോൾഡ്. റൺ ടൈമിൽ മാത്രമാണ് ഏത് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഓൺ ടു വിച്ച് ദ ഒബ്ജക്ട് പോയിന്റർ പോയിന്റ്സ്, ഏത് ഒബ്ജക്റ്റിലേക്കാണോ ഒബ്ജക്ട് പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് അതിന്റെ ബേസിലാണ് അത് തീരുമാനിക്കുന്നത്. ഈ താഴത്തെ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിച്ച് നോക്കണം. ലേറ്റ് ബൈൻഡിങ്, അതായത് റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത് ഈസ് ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കണ്ടന്റ് ഓഫ് പോയിന്റർ. ലേറ്റ് ബൈൻഡിങ്, റൺ ടൈം
പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ പോയിന്ററിന്റെ കണ്ടന്റ് എന്ത് നോക്കിയിട്ട് അത് പോയിന്ററിന്റെ കണ്ടന്റ് ഒരു അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ് ഏത് ഒബ്ജക്റ്റിന്റെ ആണ് നോക്കേണ്ടത്. അപ്പൊ ഏത് ഒബ്ജക്റ്റിലേക്കാണ് ആ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് അതിന്റെ ബേസിലാണ് ഈ റൺ ടൈം പോളിമോർഫിസം വർക്ക് ചെയ്യുന്നത്. അത് ലൊക്കേഷൻ പോയിന്റ് ബൈ പോയിന്റർ ലൊക്കേഷൻ പോയിന്റ് ലൊക്കേഷൻ ആസ് എ മേർലി ബൈൻഡിങ്. അത് സാധാരണ കമ്പൽ ടൈം പോളിമോർഫിസം ഉണ്ട്. അത് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിലൊക്കെ കേസിൽ ഈസ് ഡൺ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് പോയിന്റർ. പോയിന്ററിന്റെ ടൈപ്പ് വെച്ചിട്ടാണ് അവിടെ തീരുമാനിക്കുന്നത്. അതായത് ഏത് ഫംഗ്ഷൻ ഏത് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണോ ആ ക്ലാസിന്റെ ഫംഗ്ഷൻ കോൾ ചെയ്യും, മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പൊ അത് ആണ് കമ്പൽ ടൈം. അപ്പൊ അത് ശരിക്കും ഓർത്തേക്ക്. ഒന്നില് അതിന്റെ കണ്ടന്റ് വെച്ചിട്ടാണ്, മറ്റൊന്ന് അതിന്റെ ടൈപ്പ് വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. ഇത് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ ആണ്. വിർച്വൽ ഫംഗ്ഷൻ എന്താ നമുക്കറിയാം. വിർച്വൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, അതിന് ഒരു പാരന്റ് ക്ലാസ് ഡെഫിനിഷൻ കൊടുക്കുന്നു, ചൈൽഡ് ക്ലാസ് അതിന് ഓവർറൈഡ് ചെയ്യും. ഇതാണെന്ന് അറിയാം. അപ്പൊ അധിക കേസിലും in most of the cases the function defined in base class is not used. അതേ കേസിലും ബേസ് ക്ലാസ്സിലുള്ള ആ ഡെഫിനിഷൻ ഉപയോഗിക്കാറില്ല. ചൈൽഡ് ക്ലാസ്സിലുള്ള ഓവർറൈഡ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ഡെഫിനിഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബേസ് ക്ലാസ്സിലുള്ള അത് അധികം ഒന്നും ചെയ്യാം, ഡു നത്തിങ് ആയിരിക്കും, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഡെഫിനിഷൻ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ ഈ കാണുന്ന പോലെ ഡിഫൈൻ ചെയ്യുക. വിർച്വൽ വേർഡ് ഫംഗ്ഷൻ നെയിം എന്നിട്ട് ഈക്വൽ 0 എന്ന് കൊടുക്കുക. അതായത് ഒന്നും ചെയ്യാം, ഡു നത്തിങ്, ബേസ് ക്ലാസ്സിൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അതിന് ചൈൽഡ് ക്ലാസ് ഒരു ഡെഫിനിഷൻ അതിന്റെ ചൈൽഡ് ക്ലാസ്സിൽ നിർബന്ധമായി കൊടുത്തിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമ്മൾ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് എന്ന് പറയും. അതായത് സ്വന്തമായിട്ട് ബേസ് ക്ലാസ് ഡെഫിനിഷൻ ഇല്ലാത്ത ഫംഗ്ഷൻസിന് നമ്മൾ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് എന്ന് പറയും. ഇത്രയാണ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉള്ളത്. 5th മൊഡ്യൂളിൽ പോയിന്റേഴ്സ് ടോപ്പിക്കിൽ ഉള്ളത്. ഇതിന്റെ പ്രോഗ്രാംസ് അതുപോലെ 4th മൊഡ്യൂൾ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതാണ്. താങ്ക് യു.